Okay, today we have the topic quality control. നമ്മൾ എല്ലാവരും ഒരു കടയിൽ പോയിട്ട് സാധനം വാങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ നോക്കുക, ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസസ്. നമുക്ക് റീസണബിൾ ആയിട്ടുള്ള പ്രൈസസിന് ഗുഡ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാനാണ് എപ്പോഴും നോക്കാറ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? സോ അതിന് വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ കുറച്ച് മെത്തേഡ്സും കുറച്ച് ടെസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. അതായത് വിച്ച് മീൻസ് ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നമ്മളെങ്ങനെ മെഷർ ചെയ്യുന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻ്റ് ആണ്. So, with the development in theory of statistics and sampling methods, there are a number of statistical devices which are helpful in maintaining and improving the quality of products produced, and this process is called as statistical quality control or SQC. Okay, അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻറ്റ് എന്തിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് എന്തിനു വേണ്ടിയിട്ട് നമ്മളുടെ പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻറ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസസിനെ വിളിക്കുന്ന പേരാണ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. അത് നമ്മൾ എന്ത് ചെയ്യും, അവർ പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, അതുപോലെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ്. സോ SQC, that is statistical quality controls, has its sound foundation in the theory of sampling and in the probability distributions and the test of significance. അപ്പോൾ തിയറി ഓഫ് സാമ്പിളിങ്സിലും പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിലും അതുപോലെ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസിലാണ് നമ്മൾ SQC നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. In applying SQC, statistical quality control, the number of rejections are minimized. അതായത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ വരുമ്പോൾ എന്താണ്, അവിടുത്തെ വരുന്ന ഡിഫക്ട്സ് അല്ലെങ്കിൽ അവിടെ വരുന്ന നമ്മുടെ റിജക്ഷൻസ് ഒക്കെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും, നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഗുഡ് ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഉണ്ടാക്കുന്നതിന് മുമ്പേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് അറിയാൻ പറ്റും. അതൊക്കെയാണ് SQCൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് ആണ്. Then what do you mean by quality? Quality. The term quality in SQC does not always mean the highest standard of manufacture, but it refers to the good quality in terms conforms to the standard specified for measurement. അപ്പോൾ സ്റ്റാൻഡേർഡ് സ്പെസിഫൈഡ് ഫോർ മെഷർമെൻറ്റ് അനുസരിച്ചുള്ളതാണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. അല്ലാതെ ജസ്റ്റ് എന്താണ് അതിൻ്റെ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് മാത്രമല്ല ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ഇൻഡസ്ട്രി, ക്വാളിറ്റി മീൻസ് ദ ബെസ്റ്റ് ഫോർ സെർട്ടൻ കസ്റ്റമർ കണ്ടീഷൻ. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ കണ്ടീഷൻസിനനുസരിച്ച്, സെർട്ടൻ കസ്റ്റമേഴ്സിൻ്റെ കണ്ടീഷൻസിനനുസരിച്ച് ബെസ്റ്റ് എന്താണോ ബെസ്റ്റ് അതാണെന്ത് ഇൻഡസ്ട്രിയൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് of customers conditions are the actual end use, the most economical selling price of the product. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് അത് ക്വാളിറ്റി, ഇൻഡസ്ട്രിയിൽ അത് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനായിട്ട് പറയുന്നത് ദ ആക്ച്വൽ എൻഡ് യൂസ്, അത് എത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ദ മോസ്റ്റ് എക്കണോമിക്കൽ സെൽ പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ്, അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് എക്കണോമിക്കലി ആയിട്ടാണോ എന്നുള്ളതൊക്കെയാണ് അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. SQC is a statistical method for determining the extent to which quality goals are being met without necessarily checking every item produced, and for indicating whether or not the variation which occurs are exceeding the normal expectation of SQ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും നമുക്ക് എപ്പോഴും എന്താണ് ചെക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് അത് ക്വാളിറ്റി ഉള്ളതാണോ അല്ലേ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ്, അല്ലെങ്കിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിവൈസസ് ആണ് SQC. ഓക്കെ, സ്പെസിഫിക്കേഷൻ ലിമിറ്റ്സ്. It is customary for any buyer to expect the product to be at a particular size, quality, അത് ആരുടെയും എന്താണ്, ഒരു സാധനം നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ് പ്രൊഡക്റ്റ് പെർട്ടിക്കുലർ സൈസ് ഉണ്ടോ, ക്വാളിറ്റി ഉണ്ടോ, എക്സെപ്റ്റ്. നമ്മൾ കുറച്ച് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുക. Specification limits are stipulated by the buyers. The buyers are expected to accept those items which fall within the specification limit. അവരുടെ സ്പെസിഫിക്കേഷൻ ലിമിറ്റിലാണോ അല്ലേ എന്നുള്ളത് അത് നമ്മുടെ ഒരു ബയറാണ് അത് എന്ത് ചെയ്യാൻ തീരുമാനിക്കുക, ഇത് സ്പെസിഫിക്കേഷൻ ലിമിറ്റ് എന്നാണ്. ദ സൈസ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ന്യൂമറസ് ഫാക്ടേഴ്സ്. ഇപ്പോൾ ഏതൊരു സാധനത്തിൻ്റെയും സൈസും ക്വാളിറ്റിയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അത് റോ മെറ്റീരിയൽസിന്, അതുപോലെ പ്രോസസ്സിംഗ് മെഷീനറി, ദ പേഴ്സണൽ ഇൻവോൾവ്ഡ് ഇൻ എക്സെട്ര. Although the manufacturers is interested in producing under identical conditions, a large number of items of same size and quality products may be variations small or big. Okay.
The causes of variations are of two types. We have two causes of variation. First one is chance causes and next one is assignable cause. What do you mean by chance causes? Certain variations are random in nature and are beyond the control of human being. Those variations may be reduced but cannot be eliminated. അപ്പോൾ നമുക്ക് ഒരു ഹ്യൂമൻ ബീങ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കോസസ് ആണ് എങ്കിൽ അതിനെ വിളിക്കുന്നുണ്ട് ചാൻസ് കോസസ്. അത് നമ്മുടെ കൺട്രോൾ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അത് റാൻഡം ഇൻ നാച്ചുറൽ. പക്ഷേ നമുക്കത് ഇല്ലാതാക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കത് അതിൻ്റെ അവിടുത്തെ വരുന്ന കോസസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ചാൻസ് കോസ്. അതിന് എക്സാമ്പിളാണ് consider the case of one food plastic scales manufactured in a batch by an accredited company or a nylon filament yarn produced on a day in a sampling mill of repute. There is a very small variation in the item spite of fact that the climate was same throughout, the raw material was homogeneous, the machine was same, etc. The kind of variation is called allowable variation. The cause for this kind of variations are called chance causes or non-assignable causes എന്നാണ് വിളിക്കുക. ഓക്കെ, ഇങ്ങനെ വരുന്ന കോസിനെ വിളിക്കുന്നതാണ് ചാൻസ് കോസസ്. നെക്സ്റ്റ് വൺ ഈസ് അസൈനബിൾ കോസസ്. The causes of certain variation can be identified by taking appropriate step. The variation can be eliminated if necessary. നമുക്ക് ചെറിയ ഇത് വെച്ചിട്ട് നമുക്ക് അതിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള കോസാണ് നമ്മൾ വിളിക്കുന്നവരാണ് അസൈനബിൾ കോസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർട്ടൻ വേരിയേഷൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് അതിനെ വേണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സ്റ്റെപ്സ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് നമുക്ക് കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? അത് ആ കോഴ്സ് അവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഇഫ് നെസസറി. അങ്ങനെ വരുന്ന കോഴ്സാണ് അസൈനബിൾ കോസ്. അതിന് എക്സാമ്പിളാണ് if the cause for the fall in the quality of an output it found to be a non-lubrication of machine, the remedial action is taken and the variation is prevented. ലുബ്രിക്കേഷനുള്ള മെഷീൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ പ്രോപ്പറായിട്ടുള്ള വേരിയേഷൻ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അസൈനബിൾ കോസാണ്. ദിസ് കൈൻഡ് ഓഫ് വേരിയേഷൻ ഈസ് സെറ്റ് ടു ബി പ്രിവെൻറ്റീവ് വേരിയേഷൻ. നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ദ കോസ് ഫോർ ദിസ് കൈൻഡ് ഓഫ് വേരിയേഷൻ ഈസ് കാൾഡ് അസൈനബിൾ കോസ്. അങ്ങനത്തെ കോസിനുള്ളതാണ് അങ്ങനത്തെ വേരിയേഷൻ ഉണ്ടാകുന്ന കോസാണെന്ത്? അസൈനബിൾ കോസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദ നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ്. It is known that variation due to chance cause is inherent to the output under any scheme of production. As it to be seen later under X bar chart, almost all the variation due to chance cause lies within mu plus or minus 3 sigma limits, and those limits are called natural tolerance limit. The width 6 sigma called natural ടോളറൻസ്. അതായത് മ്യൂ പ്ലസ് 3 സിഗ്മ മുതൽ മ്യൂ മൈനസ് 3 സിഗ്മ വരെയുള്ള അതിനെ നമ്മൾ വിളിക്കുക നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ് വിളിക്കുക. ആ വിഡ്ത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടോട്ടൽ ആ ഡിഫറൻസ് മ്യൂ മൈനസ് 3 സിഗ്മ മുതൽ മ്യൂ പ്ലസ് 3 സിഗ്മ വരെയുള്ള വിഡ്ത്തിന് 6 സിഗ്മ ഉണ്ടായിരിക്കും. സോ അതിനെ വിളിക്കുന്നത് നാച്ചുറൽ ടോളറൻസ് വിളിക്കും. If the natural tolerance limits coincide with or lie within the specification limit, all the manufactured items are accepted to a buyer. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് എല്ലാ സാധനത്തിൻ്റെയും വാല്യൂസ് വരുന്നത് എങ്കിൽ എന്താണ്? ആക്സെപ്റ്റൻസ് റീജിയൻ. അത് ആക്സെപ്റ്റ് ടു ദ ബയർ ആക്സെപ്റ്റ് ചെയ്യും. നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ ദ നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ് ലൈസ് ഔട്ട്സൈഡ് ദ സ്പെസിഫിക്കേഷൻ ലിമിറ്റ്. ഔട്ട്സൈഡ് ദ സ്പെസിഫിക്കേഷൻ ലിമിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? മാനുഫാക്ചർ ഐറ്റംസ് വിച്ച് ലൈസ് ഔട്ട്സൈഡ് ദ സ്പെസിഫിക്കേഷൻ ലിമിറ്റ്സ് ആർ അൺലൈക്ലി ടു ബി ബോട്ട് ബൈ എനി കസ്റ്റമർ. അത് നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും. വൺ ഓഫ് ദ ഫങ്ഷൻ ഓഫ് ക്വാളിറ്റി കൺട്രോൾ ഇസ് ടു ബിങ് ദ നെസസറി ചേഞ്ചസ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആൾട്ടർ ദി നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ് സോ ആസ് ടു കോയിൻസൈഡ് വിത്ത് ദി സ്പെസിഫിക്കേഷൻ ലിമിറ്റ്. നമ്മൾ എന്ത് ചെയ്യാം? ക്വാളിറ്റി എക്സ്ക്യൂസീവ് ബേസ്ഡ് നമ്മൾ എന്താ വെച്ചാൽ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യുക? എല്ലാത്തിനെയും നാച്ചുറൽ ടോളറൻസ് ലിമിറ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എക്സ്ക്യൂസിയുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് പ്രോസസ് കൺട്രോൾ ആൻഡ് പ്രൊഡക്റ്റ് കൺട്രോൾ. A production process is said to be under statistical control when the manufacture items lies within the natural tolerance limit. നമ്മുടെ നാച്ചുറൽ ടോളറൻസ് ലിമിറ്റിൻ്റെ ഉള്ളിലാണ് the manufacture items വരുന്നത് എങ്കിൽ നമുക്ക് എന്താ പറയുക? പ്രോസസ് അണ്ടർ കൺട്രോൾ നമുക്ക് പറയാൻ പറ്റും. That is, the assignable cause of variations are absent and the process is governed by the chance causes alone. ചാൻസ് causes മാത്രമേ ഉണ്ടാവുള്ളൂ. The process control is achieved through the techniques of control charts. അപ്പോൾ കൺട്രോൾ ചാർട്ട് മൂലമാണ് പ്രോസസ് കൺട്രോൾ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ളത്. ആ കൺട്രോൾ ചാർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് WA ഷ്വാർട്സ് ആണ്. By product control we mean controlling the quality of product by critical examination at strategic points, and this achievement by sampling inspection plans developed by Dogje and Roming. Okay, then acceptance sampling. A buyer draws a sampling of a few units, sample of a few units from a lot such that is to be accepted by him if the number of defective is less.
നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ലെസ് ആകുമ്പോഴാണ് ഒരു സാധനം നമ്മൾ എന്ത് ആക്സെപ്റ്റ് ചെയ്യാം. ഇഫ് ദ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് മോർ a lot is to be rejected. This techniques of sampling inspection and decision making is called acceptance sampling. അപ്പോൾ അതിൻ്റെ റിജക്ഷൻ അത് നമ്മൾക്ക് ഡിഫക്റ്റീവ്സ് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ആക്സെപ്റ്റ് ചെയ്യണം, ഡിഫക്റ്റീവ്സ് കൂടുതലാണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യണം. അങ്ങനത്തെ ഡിസിഷൻ മേക്കിങ്ങിനെ വിളിക്കുന്നതാണ് ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് എന്ന്. SQC is a statistical method of arriving at an estimate of quality of a lot on the basis of sample drawn from it. Its test is to two major spheres: process control and acceptance sampling. അപ്പോൾ നമ്മളൊരു സാമ്പിൾസിന് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് അത് വെച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയാൻ അതിൻ്റെ ക്വാളിറ്റി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാറ്. Control charts are prominent in the process control, and sampling techniques are essential in acceptance sampling. The uses as well as the significances of efficient system of SQC in modern business and industry is listed below. Stopping a process or meddling with it when it is progressive, satisfactory, and not taking note of a fault that has crept into the process are two evils against which is SQC safeguard. Workers are alert when they aware of the periodic inspection of the quality of the product. It improves the overall performance. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റീനെ പറ്റി നമ്മൾ അവയർനെസ് കൊടുക്കാൻ വേണ്ടി SQC നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറ്റും, പെർഫോമൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അത് അവരുടെ ടെക്നിക്കേഷൻ. The techniques also suit those items which are destroyed during the test. Explosive and chalk could not be tested 100%. This sampling inspection helps to evaluate the quality of the untested units. അപ്പം ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Reduction in cost at this and time is another advantage of this sampling study. That is, the inspection cost is less. Inspection cost കുറവാണ്. Production faults are detected early and are corrected. Production faults ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് ഏറ്റവും കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ എന്താണ്, നമുക്ക് നമ്മുടെ റിജക്ഷൻ യൂണിറ്റ്സുകളുടെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് എൻഹാൻസസ് ദ സെല്ലിംഗ് മാർക്കറ്റ് ആൻഡ് ഇൻക്രീസസ് ദി ഗുഡ് വിൽ ഓഫ് ദി കമ്പനി. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ സെല്ലിംഗ് മാർക്കറ്റിൽ ക്വാളിറ്റി കൂടിയാൽ തന്നെ സെല്ലിംഗ് മാർക്കറ്റ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ ആ കമ്പനിയുടെ ഗുഡ് വില്ല് ഇൻക്രീസ് ചെയ്യാനും പറ്റും. Acceptance sampling enables the buyers as well as the seller to take decision and develop plans. Okay, good deals of the statistical data available help the management for many technical decisions. Next, what do you mean by variables and attributes? Variables are those quality characteristics of product or items which are measurable to any extent and can be expressed in the respective units of measurement. നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന യൂണിറ്റുകൾ വിളിക്കുന്നതാണ് വേരിയബിൾ ആണ്. ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പ്രൊഡക്റ്റ് ആണ് എന്ത് വേരിയബിൾ. ഓക്കെ, diameter of a knob, hardness in Rockwell units, operating temperature in degree, Fahrenheit or Celsius, tensile strength of metal bars, times in seconds of the blows of a fuse, life of a electric bulb in hours, and in particular the dimension of any measurable object. അത് നമ്മൾ ക്വാളിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന അതിനെ വിളിക്കുന്ന ഇപ്പോൾ എന്താ അതിൻ്റെ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്വാളിറ്റി മെഷർമെൻറ്റ് യൂസ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക് ആണ് ഇത് വേരിയബിൾസ് ആണ്. then what do you mean by attributes? Attributes are the characteristic of the product which are not amenable to measurement. അത് നമ്മൾ മെഷർമെൻറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. such a characteristic is can be identified by the presence or absence of them. അതിൽ ഉണ്ടോ ഇല്ലേ നമുക്ക് പറയാൻ പറ്റും, നമ്മൾ മെഷർമെൻറ്റിന് യൂസ് ചെയ്യില്ല. this applies to many things that may be judged by visual examination. Okay, visual examination, body alignment of a vehicle, spots in enamel planting, blemishes in piece of cloth, cracks in glass cover of a pressure gauge, the surface finish of a piece of furniture, cause the presence satisfactory appearance or not. അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അതിൽ ഉണ്ടോ ഇല്ലയെന്ന് പറയാൻ പറ്റുള്ളൂ. അതിനെ വിളിക്കുന്ന പേരാണെന്ത് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് കൺട്രോൾ ചാർട്ട്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു കൺട്രോൾ ചാർട്ട്? നമ്മളുടെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കൺട്രോൾ ചാർട്ടിൻ്റെ അണ്ടർ കൺട്രോൾ ആണ് എങ്കിൽ അതിന് നല്ല ക്വാളിറ്റി ഉണ്ട്, നമുക്ക് എന്താ പറ്റും, മാക്സിമം റിജക്ഷൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണെന്ന് പറയാൻ പറ്റും.
സോ എന്താണ് കൺട്രോൾ ചാർട്ട്? എ ടെക്നിക് ഫോർ ഫൈൻഡിങ് ഔട്ട് വെദർ എ മാനുഫാക്ചറിംഗ് പ്രോസസ് ഇസ് ഗവേൺഡ് ബൈ ചാൻസ് കോസസ് ഓഫ് വേരിയേഷൻ alone and so is under statistical control or is affected by assignable cause of variation also and so needs setting right. For that purpose we use the charts, which charts is called control charts എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് control chart. Control charts consisting of 3 horizontal lines besides the user's axis, that is the lines are central line and upper control limits und lower control limits und central line CL എന്ന് പറഞ്ഞാൽ it is generally drawn at the mean of the observation. നമ്മൾ എടുത്ത സാമ്പിൾസിൻ്റെ മീനിനെ നമ്മൾ വിളിക്കുന്ന മീനിൻ്റെ ആ ലൈൻസ് ആണ് എന്താണ് സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ. അപ്പർ കൺട്രോൾ ലിമിറ്റ് ഓർ UCL എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 3 സിഗ്മ ഡിസ്റ്റൻസ് അബവ് ദ മീൻ. അപ്പോൾ മീൻ എത്രയാണ്, മ്യൂ ആണ് നമ്മുടെ മീൻ എടുത്തിട്ടുള്ളത്, മ്യൂ പ്ലസ് 3 സിഗ്മയാണ് എന്ത് അപ്പർ കൺട്രോൾ ലിമിറ്റ് ആണ്. ലോവർ കൺട്രോൾ ലിമിറ്റ് എന്തായിരിക്കും, ഇറ്റ് ഈസ് എയ്തർ അറ്റ് 3 സിഗ്മ ഡിസ്റ്റൻസ് ബിലോ ഓർ ദ എക്സ് ആക്സിൽ. അപ്പോൾ 3 സിഗ്മ നമ്മുടെ ഈ മീനിന് 3 സിഗ്മ ഡിസ്റ്റൻസ് ബിലോ അല്ലെങ്കിൽ നമ്മൾ എക്സ് ആക്സിസ് ആയിട്ടാണ് എന്ത് ലോവർ കൺട്രോൾ ലിമിറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ മ്യൂ ആണ് നമ്മളുടെ മീൻ എങ്കിൽ മ്യൂ മൈനസ് 3 സിഗ്മ അല്ലെങ്കിൽ എക്സ് ആക്സിസ് ആണ് നമ്മളുടെ ലോവർ കൺട്രോൾ ലിമിറ്റ് വിച്ച് മീൻസ് LCL. ഓക്കെ, സോ നമ്മളതിനൊരു ഫിഗറിലേക്ക് മാറ്റിയിട്ടുണ്ട്. മോഡൽ ഓഫ് എ കൺട്രോൾ സിസ്റ്റം. ഓക്കെ, നമ്മുടെ സാമ്പിൾ നമ്പർ ഉണ്ടായിരിക്കും, മെഷർ ഓഫ് ഒബ്സർവേഷൻ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ സെൻട്രൽ ലൈൻ, ഇതാണ് നമ്മുടെ മീൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പർ കൺട്രോൾ ലിമിറ്റ് UCL, അതായത് ഈ സെൻട്രൽ ലിമിറ്റിൽ നിന്ന് 3 സിഗ്മ ഡിസ്റ്റൻസിലാണ് എന്ത് അപ്പർ കൺട്രോൾ ലിമിറ്റ് UCL ഉണ്ടായിരിക്കുക. സോ UCLന് മുകളിലാണ് നമുക്ക് വാല്യൂസ് വരുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യണം, റിജക്ഷൻ റീജിയനാണ്. അതേപോലെ തന്നെ ഈ സെൻട്രൽ ലൈനിൽ നിന്ന് 3 സിഗ്മ ഡിസ്റ്റൻസ് താഴെ വരുന്ന എന്താണെന്ത് ലോവർ കൺട്രോൾ ലിമിറ്റ് എന്നാണ്. അപ്പോൾ ഈ ലോവർ കൺട്രോൾ ലിമിറ്റിൻ്റെ ബിലോ വന്നാൽ എന്തായിരിക്കും, ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. സോ ഈ UCLൻ്റെയും LCLൻ്റെയും, അതായത് അപ്പർ കൺട്രോൾ ലിമിറ്റിൻ്റെയും ലോവർ കൺട്രോൾ ലിമിറ്റിൻ്റെയും ഇടയ്ക്കാണ് എല്ലാ സാമ്പിൾസിൻ്റെയും മെഷർമെൻറ്റ് വരുന്നത് എങ്കിൽ അത് അണ്ടർ കൺട്രോൾ ആയിരിക്കും. ഒരു പോയിൻ്റ് ഈ UCLൻ്റെ പുറത്തോ അല്ലെങ്കിൽ LCLൻ്റെ പുറത്തോ വന്നാൽ തന്നെ എന്തായിരിക്കും, അത് ഔട്ട് ഓഫ് കൺട്രോൾ നമുക്ക് പറയാം. Okay, then standard known. Sometimes the nature of the process may be known from the past. On the basis of control limit can be found out and the present sample need to be considered. When the past standards are not known, the control limits are found on the basis of sample under consideration. നമ്മൾ കൺട്രോൾ ചാർട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളുടെ മാനുഫാക്ചറിങ്ങിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് കൂടുതൽ നല്ല സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റിവൈസ്ഡ് കൺട്രോൾ ലിമിറ്റ് ഫ്രം എ സാമ്പിൾ അണ്ടർ കൺസിഡറേഷൻ ദോസ് ഐറ്റംസ് വിച്ച് ഫാൾസ് ഇൻ ദി ഔട്ട് ഓഫ് കൺട്രോൾ റീജിയൻ ആർ ഡിലീറ്റഡ് ആൻഡ് ദെൻ ദ കൺട്രോൾ ലിമിറ്റ് ആർ ഫൗണ്ട് അഗെയിൻ. ദോസ് കൺട്രോൾ ലിമിറ്റ്സ് ആർ റിവൈസ്ഡ് കൺട്രോൾ. അപ്പോൾ ഏതെങ്കിലും ഔട്ട് ഓഫ് കൺട്രോളിൽ വരികയാണെങ്കിൽ നമ്മൾ എന്തിനാ അതിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ ടൈപ്സ് ഓഫ് കൺട്രോൾ ചാർട്ട്സ് വരുന്നുണ്ട്. കൺട്രോൾ ചാർട്ട്സ് ഫോർ വേരിയബിൾസും കൺട്രോൾ ചാർട്ട്സ് ഫോർ ആട്രിബ്യൂട്ട്സ് ആണ് വരുന്നത്. കൺട്രോൾ ചാർട്ട്സ് ഫോർ വേരിയബിൾ, നമ്മൾ പറഞ്ഞു വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർ യൂസ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക് ആണ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ. ഒന്നെങ്കിൽ അപ്പിയേഴ്സ്, അത് പ്രസൻസ് ഉണ്ടോ ഇല്ലെന്ന് പറയാൻ വരുന്ന രൂപത്തിലാണ് ഇത് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പം ഡയമീറ്റർ ഓഫ് വയേഴ്സ്, ടെൻസി, സ്ട്രെങ്ത് എക്സെട്ര ആണ് എന്ത് കൺട്രോൾ ചാർട്ട്സ് ഫോർ വേരിയബിൾസ് നമ്മൾ മെഷർ ചെയ്യാം. കൺട്രോൾ ചാർട്ട്സ് ഫോർ ആട്രിബ്യൂട്ട്സ് വരുന്ന നമ്മൾ നേരത്തെ പറഞ്ഞു, എ ഗ്ലാസ് ടംബ്ലർ ഈസ് ക്രാക്ക്ഡ് ഓർ നോട്ട്, അത് ഉണ്ടോ ഇല്ല എന്ന് പറയുന്ന രൂപത്തിലുള്ള സാധനങ്ങളാണ് ഇത് ആട്രിബ്യൂട്ട്സ്. അങ്ങനത്തെ കൺട്രോൾ ചാർട്ട്. അപ്പോൾ 2 ടൈപ്സ് ഓഫ് കൺട്രോൾ ചാർട്ട്, ഒന്ന് കൺട്രോൾ ചാർട്ട്സ് ഫോർ വേരിയബിൾസും ഒന്ന് കൺട്രോൾ ചാർട്ട്സ് ഫോർ ആട്രിബ്യൂട്ട്സും. സോ നമുക്ക് മൊത്തത്തിലുള്ള സ്റ്റഡി ഉള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് കൺട്രോൾ നമ്മൾ എന്താ പറഞ്ഞു, കൺട്രോൾ ചാർട്ട് എന്താണ്. വി ഹാവ് 2 ടൈപ്സ് ഓഫ് കൺട്രോൾ ചാർട്ട്സ്, കൺട്രോൾ ചാർട്ട്സ് ഫോർ വേരിയബിൾ, കൺട്രോൾ ചാർട്ട്സ് ഫോർ ആട്രിബ്യൂട്ട്സ്. ഈ കൺട്രോൾ ചാർട്ട്സ് ഫോർ വേരിയബിൾസിൽ തന്നെ എക്സ് ബാർ ചാർട്ടും ആർ ചാർട്ടും ഉണ്ട്. എക്സ് ബാർ എന്ന മീനാണ്, ആർ ചാർട്ട് എന്ന റാങ്ക് കൊടുക്കുന്നതാണ്. ദെൻ കൺട്രോൾ ചാർട്ട്സ് ഫോർ ആട്രിബ്യൂട്ട്സ് 3 ചാർട്ടുണ്ട്, സി ചാർട്ട്, NP ചാർട്ട്, P ചാർട്ട്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ ഇവിടെ പ്രോസസ് ഓഫ് കൺട്രോളും കൺട്രോൾ ചാർട്ട്സും വേരിയബിൾസും ആട്രിബ്യൂട്ട്സും ഒക്കെ എന്താണെന്നുള്ള ബേസിക് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൽ വരാനുള്ളത് കൺട്രോൾ ചാർട്ട്സ് ഫോർ വേരിയബിൾ എന്താണെന്നുള്ളതും കൺട്രോൾ ചാർട്ട്സ് ഫോർ ആട്രിബ്യൂട്ട്സ് എന്താണുള്ളത്, വിച്ച് മീൻസ് എക്സ് ബാർ ചാർട്ടും ആർ ചാർട്ടും എന്താണെന്ന് പറയണം, അതിൻ്റെ എക്സാമ്പിൾ ചെയ്ത് പോകണം. അതിൽ കൺട്രോൾ ചാർട്ട്സ് വരച്ചിട്ട് നമുക്കത് ഔട്ട് ഓഫ് കൺട്രോളോ അണ്ടർ കൺട്രോളോ നമുക്ക് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ കൺട്രോൾ ചാർട്ട്സ് ഫോർ ആട്രിബ്യൂട്ട്സിൻ്റെയും സി ചാർട്ടും, NP ചാർട്ടും, P ചാർട്ടും
നമ്മളെന്ത് പ്രോബ്ലം തരുമ്പോൾ നമ്മൾക്ക് അത് അണ്ടർ കൺട്രോൾ ആണ് ഔട്ട് ഓഫ് കൺട്രോൾ നമുക്ക് ചെക്ക് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് നമ്മളുടെ കൺട്രോൾ ചാർട്ട് നമ്മൾ വരയ്ക്കണം. ഒക്കെ നേരത്തെ നമ്മൾ കാണിച്ചു തന്നു. എന്താണ് അപ്പർ കൺട്രോൾ ലിമിറ്റ്, ലോവർ കൺട്രോൾ ലിമിറ്റ്, സെൻട്രൽ ഇതേ രൂപത്തിൽ വരച്ചിട്ട് അതിൽ ഓരോ സാമ്പിൾസിൻ്റെയും മെഷർമെൻറ്റ് ഓഫ് ഒബ്സർവേഷൻ ഇവിടെ നമ്മൾ പോയിൻ്റ് ആക്കി ഡോട്ട് ഇടാം. ആ പോയിന്റിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഔട്ട് ഓഫ് കൺട്രോൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഔട്ട് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അണ്ടർ കൺട്രോൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 3 സിഗ്മ കൺട്രോൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 3 സിഗ്മ കൺട്രോൾ ലിമിറ്റ് പറഞ്ഞാൽ നമ്മളുടെ ആ കൺട്രോൾ റീജിയനിലാണ് വരേണ്ടത്. സോ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡോക്ടർ ഷ്വാർട്സ് ആണ്. കൺസിഡറിങ് സ്റ്റാറ്റിസ്റ്റിക് ടി ഈക്വൽ ടു ടി ഓഫ് x1 x2 എക്സെട്ര എക്സ് എ ഫംഗ്ഷൻ ഓഫ് ദി സാമ്പിൾ ഒബ്സർവേഷൻ x1 x2 എക്സെട്ര ഒരു ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. എക്സ്പെക്ടേഷൻ ഓഫ് ടി ഈക്വൽ ടു മ്യൂ ആണ്. വേരിയൻസ് ഓഫ് ടി ഈക്വൽ സിഗ്മ സ്ക്വയർ. ഇഫ് ദ സ്റ്റാറ്റിസ്റ്റിക് ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രം ദ ഫണ്ടമെന്റൽ ഏരിയ പ്രോപ്പർട്ടി ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വി ഹാവ് പ്രോബിലിറ്റി ഓഫ് മ്യൂ മൈനസ് 3 സിഗ്മ ലെസ് ദാൻ ടി ലെസ് ദാൻ മ്യൂ പ്ലസ് 3 സിഗ്മ എന്ന് പറഞ്ഞാൽ 0.9973, അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് മോഡ് ടി മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ 3 സിഗ്മ ഈക്വൽ ടു 0.0027 ആണ്. ഹിയർ മ്യൂ മൈനസ് 3 സിഗ്മ ഈ കാൾഡ് ലോവർ കൺട്രോൾ ലിമിറ്റ്, മ്യൂ പ്ലസ് 3 സിഗ്മ ഇസ് കാൾഡ് അപ്പർ കൺട്രോൾ ലിമിറ്റ്. ഇഫ് for the ith sample the observed t lies between LCL and UCL, there is nothing to worry. Observe this danger signal indicator. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് വരുന്നതെങ്കിൽ എന്താണ്, നമ്മളുടെ കൺട്രോൾ ലിമിറ്റിൻ്റെ ഉള്ളിലാണ്, അത് നമ്മുടെ അണ്ടർ കൺട്രോൾ എന്ന് പറയാൻ. അതിൻ്റെ പുറത്താണെങ്കിൽ ഔട്ട് ഓഫ് കൺട്രോൾ. സോ ആ ഒരു റീജിയൻ്റെ വിഡ്ത്താണ് എന്ത് 3 സിഗ്മ ലിമിറ്റ് എന്നാണ്. സോ നമ്മൾ ബേസിക്കായിട്ട് എന്താണ് ക്വാളിറ്റി, അതിൽ വരുന്ന ബേസിക് ടേംസ്, ക്വാളിറ്റി എന്നതുകൊണ്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി എന്താ മീൻ ചെയ്യുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ ലിമിറ്റ് എന്താണ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ ലിമിറ്റ് എന്താണ്, അസൈനബിൾ കോസ്, ചാൻസ് കോസസ് ആണ്. 2 കോസസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അസംപ്ഷൻസ് സാമ്പിളിംഗ് എന്താണ്, പിന്നെ വേരിയബിൾസും ആട്രിബ്യൂട്ട്സും എന്താണ്, വേരിയബിൾസ് എന്താണ്, ആട്രിബ്യൂട്ട്സ് പറഞ്ഞു. അതുപോലെ വേരിയബിൾസിന് എക്സാമ്പിൾ കൊടുത്തു, ആട്രിബ്യൂട്ട്സിന് എക്സാമ്പിൾ കൊടുത്തു. വേരിയബിൾസും ആട്രിബ്യൂട്ട്സും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അതിന് കൺട്രോൾ ചാർട്ട് എന്താ നമ്മൾ പറഞ്ഞു. അത് കൺട്രോൾ ചാർട്ട്സ് ഫോർ വേരിയബിളും കൺട്രോൾ ചാർട്ട്സ് ഫോർ ആട്രിബ്യൂട്ട്സ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഒരു കൺട്രോൾ ചാർട്ട്സിൽ വരുന്ന മെയിൻ ടേംസുകൾ UCL, LCL, അതുപോലെ തന്നെ CL സെൻട്രൽ ലിമിറ്റിൻ്റെ ഒരു മോഡൽ നമ്മൾ പറഞ്ഞു, എക്സെട്ര സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോക്കി വെക്കുക. കാരണം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചാപ്റ്റർ മൊത്തത്തിൽ പഠിക്കുക. അപ്പോൾ ആ ഒരു സാധനം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയാമെന്നുള്ള ടെസ്റ്റ് നമുക്ക് പോകാൻ പറ്റും. ക്ലിയർ?